أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ ഈ 12ാമത്തെ ക്ലാസ്സിൽ നമ്മൾ മഫ്ഊലുൻ ബിഹി എന്നെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ഇസ്മിന് പകരമായി ലമീർ പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ച് ലമീറിന് 14 രൂപങ്ങളുണ്ടാവും. ആ 14 രൂപങ്ങൾ 14 ആളുകളെ പ്രതിനിധീകരിച്ചാണ് പ്രവൃത്തി ഉണ്ടാവുക. ഫെയിൽ പഠിച്ചപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. 14 ആളുകളെ പ്രതിനിധീകരിച്ചാണ് ആ പ്രവൃത്തി ഉണ്ടാവുക. മുളാരി പഠിച്ചപ്പോഴും അതേ രൂപം തന്നെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ എളുപ്പമായിരുന്നു. ആ 14 രൂപം 14 ആളുകളെ പ്രതിനിധീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫായിൽ പഠിച്ച് ഒരു ഫീലിനെ കിട്ടിയാൽ എങ്ങനെ ഫായിൽ ഉണ്ടാക്കുക എന്ന് പഠിച്ചു. അപ്പോൾ ഫായിൽ ഉണ്ടാക്കുമ്പോൾ ഫീലിൻ്റെ രൂപം നമുക്ക് മനസ്സിലാക്കി. അത് ഒരു ഫായിലിനെ കിട്ടിയാൽ അത് 6 രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയും. പ്രവർത്തിക്കുന്ന ഒരാൾ, പ്രവർത്തിക്കുന്ന 2 ആൾ, പ്രവർത്തിക്കുന്നവർ, പ്രവർത്തിക്കുന്ന സ്ത്രീ, പ്രവർത്തിക്കുന്ന 2 സ്ത്രീകൾ, പ്രവർത്തിക്കുന്ന സ്ത്രീകൾ. ഇങ്ങനെ ഫായിൽ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം ഫെയിൽ വരും, പിന്നെ ഫായിൽ വരും, പിന്നെ മഫ്ഊലുൻ ബിഹിയാണ് ഉണ്ടാകുക. ഫെയിൽ, ഫായിൽ, മഫ്ഊലുൻ ബിഹി, ഇങ്ങനെയാണ് ബേസിക്കായിട്ട് നമ്മൾ സെൻറ്റൻസ് മനസ്സിലാക്കുക. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടൊക്കെ മാറി വരും. ചിലപ്പോൾ ഫായിലില്ലാതെ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫായിലാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ ഇറാബ് ലമ്മായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫായിലിൻ്റെ ഇറാബ് എപ്പോഴും ലമ്മായിരിക്കും. മഫ്ഊലുൻ ബിഹിയുടെ ഇറാബ് എപ്പോഴും ഫത്ഹായിരിക്കും, നസ്ബായിരിക്കും. അത് നല്ലോണം അതിൻ്റെ വ്യത്യാസം കണ്ടതിൽ മനസ്സിലാക്കേണ്ട രൂപമാണ് ഈ പറയുന്നത്. എപ്പോഴും ഫായിലാണെങ്കിൽ റഫ ആയിരിക്കും, മഫ്ഊലാണെങ്കിൽ ഫതഹ ആയിരിക്കും. ഇതാണ് അതിനുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്, സൂറത്തുൽ മുസമ്മിലിൻ്റെ ഒരായത്തിൻ്റെ ഒരു അവസാന ഭാഗമാണ്. ഫഅസാ ഫിർഔനു റസൂല. ഫിർഔനു റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു, അല്ലെങ്കിൽ ധിക്കരിച്ചു. ഫ എന്നുള്ളത് അതിൻ്റെ മുമ്പുള്ള പദത്തിനോട് ചേർത്ത് അതുകൊണ്ട്, അങ്ങനെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. ഫഅസാ ഫിർഔനു റസൂല. ഫിർഔനു റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു, അങ്ങനെ ഫിർഔന് റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു, അല്ലെങ്കിൽ ഫിർഔന് റസൂലിനെ ധിക്കരിച്ചു എന്നുള്ള രൂപത്താണ്. അപ്പോൾ പ്രവൃത്തി ചെയ്ത ആളാണ് ഇവിടെ ഫിർഔനാണ്. അപ്പോൾ ആ ഫിർഔന് എപ്പോഴും എന്തായിരിക്കും, റഫ ആയിരിക്കും, ലമ്മായിരിക്കും. എന്തെങ്കിലാണ് പ്രവൃത്തി നടന്നത് അത് എപ്പോഴും നസ്ബായിരിക്കും. ഈ 2 വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. ഫായിൽ എപ്പോഴും റഫായിരിക്കും, മഫ്ഊലുൻ ബിഹി എപ്പോഴും നസ്ബായിരിക്കും. ഈ 2 വ്യത്യാസം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ പദങ്ങൾ അപ്പുറത്തൊക്കെ മാറി വന്നാൽ നമുക്ക് പ്രശ്നമില്ല. ഫായിൽ എപ്പോഴും റഫായിരിക്കും, മഫ്ഊൽ എപ്പോഴും ഫതഹ ആയിരിക്കും. ഇതിനിപ്പോൾ ആദ്യം വന്നാലും ശരി, ഇപ്പുറത്ത് വന്നാലും ശരി, എങ്ങനെ വന്നാലും ശരി, ഈ വ്യത്യാസം ഞങ്ങൾ മനസ്സിലാക്കുക. ഫായിൽ എപ്പോഴും ലമ്മായിരിക്കും, മഫ്ഊൽ എപ്പോഴും നസ്ബായിരിക്കും. അപ്പോൾ അതാണ് ഈ സെൻറ്റൻസിലുള്ളത്. ബേസിക് സെൻറ്റൻസാണ്. ബേസിക് സെൻറ്റൻസിൽ ഫഅസ ആദ്യം ഫെയിൽ വരും, ഫായിൽ വരും, മഫ്ഊൽ വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഈ സൂറത്തുൽ മുസമ്മിലിൻ്റെ ഈ ആയത്ത് ഫഅസ ഫിർഔനു റസൂല. ഫിർഔന് റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു, അങ്ങനെ ഫിർഔന് റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു. വഖതല ദാവൂദ് ജാലൂത്ത. സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തിൻ്റെ അവസാന ഭാഗമാണ്. വഖതല, കൊല്ലുകയും ചെയ്തു, ദാവൂദ് ജാലൂത്ത. ദാവൂദ് നബി അലൈഹി ഇസ്ലാം ജാലൂത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. വഖതല വാ എന്നുള്ളത് ചെയ്തു എന്നുള്ള എന്നുള്ള പദം കിട്ടാൻ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് വാ കൊണ്ടിട്ടുള്ളത് അതിന് മുമ്പത്തെ സെൻറ്റൻസിനോട് ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട്. വഖതല ദാവൂദ് ജാലൂത്ത. ദാവൂദ് നബി അലൈഹി ഇസ്ലാം ജാലൂത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഫായിൽ ആരാണ്? ഫായിൽ ദാവൂദ് ആണ്. ദാവൂദ് ഫതഹ ലമ്മാണ് ഇവിടെ, ലമ്മ്. ജാലൂത്ത് എന്നുള്ളത്
മഫൂലാണ് അതിന് ഫത്തഹ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇത് അവിടെ എവിടെ വന്നാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഫായിലിന് എപ്പോഴും ലമ്മായിരിക്കും, മഫൂലിന് എപ്പോഴും ഫത്തഹായിരിക്കും. കല്ലമ അല്ലാഹു മൂസ തക്ലീമ. കല്ലമ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു. ഇവിടെ ഫായിൽ വന്നിട്ട് കല്ലമ അല്ലാഹു, അള്ളാഹു സംസാരിച്ചു മൂസ നബിയോട് ഒരു തക്ലീമ, ഒരു സംസാരം. അള്ളാഹു മൂസ നബി അലൈഹി ഇസ്ലാമിനോട് സംസാരിക്കുകയും ചെയ്തു. അള്ളാഹു മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ഒരു സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കല്ലമല്ലാഹു മൂസ തക്ലീമ. അപ്പോൾ ഫായില് മഫൂലാണെങ്കിൽ ലമ്മുണ്ടായിരിക്കും, ഫായിലാണെങ്കിൽ ലമ്മുണ്ടായിരിക്കും, മഫൂലാണെങ്കിൽ ഫതഹ് ഉണ്ടായിരിക്കും. അതാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ലമ്മാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഫായിലാണെന്ന്. എന്തിന്മേലാണോ പ്രവൃത്തി ചെയ്തത് അത് മഫൂലാണ്, അതിനെപ്പോഴും നസ്ബായിരിക്കും, നസ്ബായിരിക്കും. ഇനി നമുക്ക് ഇതിൽ ഫായിലിനെ നമ്മൾ കാണുന്നില്ലെങ്കിൽ, നമ്മൾ പദത്തിൽ ഫായിലിനെ കാണുന്നില്ല, ലമ്പുള്ള ഒരു ഇസ്മും കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫീലിൽ ഒരു ഫായിലുണ്ട്, ഫീലിൽ ഒരു ലമീറുണ്ട്. നമ്മൾ 14 ലമീറുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ ലമീർ ഓരോ പദത്തിനും ഒരാളുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പദമുണ്ട്, വ അല്ലമ ആദമ അൽ അസ്മാ കുല്ലഹ. വ അല്ലമ ആദമ അൽ അസ്മാ കുല്ലഹ. ഇതിൻ്റെ അവസാനത്തിൽ നമ്മൾ ഇതിൻ്റെ ഈ പിക്ചർ വിടുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എഴുതിയ പിക്ചർ നമ്മൾ ഫോട്ടോയായിട്ട് ഇതിൻ്റെ വീഡിയോയുടെ അവസാനത്തിൽ ചേർക്കുന്നുണ്ട്. വ അല്ലമ, അവർ പഠിപ്പിച്ചു. ആദമിനെ പഠിപ്പിച്ചു. ഇവിടെ റഫലുള്ള ഒരു ഇസ്മും കാണുന്നില്ല. ആദമ എന്നുള്ളത് ഫതഹാണ്, അസ്മാ എന്നുള്ളത് ഫതഹാണ്, കുല്ലഹ എന്നുള്ളത് ഫതഹാണ്. ഒക്കെ ഫതഹ്. റഫലുള്ള ഒരു ഫായിലിനെ ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലമ എന്നുള്ളൊരു ഫെയിലുണ്ടല്ലോ, ഈ ഫെയിലിൽ ഒരു ലമീറുണ്ട്. ആരാണ് ലമീർ? അവൻ. ഇവിടെ വാ എന്നുള്ളത് ഒരു ആൻഡ് എന്നുള്ളതിൻ്റെ പദത്തിന് ഉപയോഗിക്കുന്ന വാവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹു മലക്കുകളോട് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നുള്ള പറഞ്ഞപ്പോൾ അതുള്ള തുറന്നുള്ള സംസാരമാണ്. അങ്ങനെ അല്ലമ പഠിപ്പിച്ചു, ആദമിനെ പഠിപ്പിച്ചു. അല്ല അസ്മാക്കുല്ല, എല്ലാത്തിൻ്റെ പേരുകളും ആദമിനെ പഠിപ്പിച്ചു. എല്ലാത്തിൻ്റെ പേരുകളും ആദമിന് അള്ളാഹു അല്ലമ ആദമൽ അസ്മാ കുല്ലഹ. അപ്പോൾ ഇവിടെ ഫായിലിനെ ഇവിടെ കാണുന്നില്ല. ഇതിലെവിടെയും ഫായിലാണെങ്കിൽ എന്തായിരിക്കണം? റഫ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഫായിലിനെ കാണാത്തത് കൊണ്ട് ഈ ഫെയിലിൽ ഒരു ലമീറുണ്ട്. ആ ലമീറിനെ ഫായിലായിട്ട് സ്വീകരിക്കണം. അപ്പോൾ അല്ലമ തന്നെ അവൻ പഠിപ്പിച്ചു എന്നല്ലേ? ഇവിടെ അവൻ ആരാണ്? ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള അള്ളാഹുവാണ്. അള്ളാഹു ആദമിനെ എല്ലാ പേരുകളും പഠിപ്പിച്ചു. അള്ളാഹു ആദമിന് അസ്മാ കുല്ല എല്ലാ പേരുകളും പഠിപ്പിച്ചു എന്നാണ്. ഇപ്പോൾ ഫായിലൂടെ കിട്ടിയില്ലെങ്കിൽ ഈ ഫേലിലെ ലമീർ എടുത്ത് ഫായിലാക്കുക. അല്ലമ ആദമ അൽ അസ്മാ കുല്ലഹ. അള്ളാഹു ആദമിനെ എല്ലാ പേരുകളും പഠിപ്പിച്ചു. ഇതിൽ നമുക്ക് ഈ ഫായിലിൻ്റെ അടയാളം ഇവിടെ വരാത്തത് കൊണ്ടാണ് ഈ അല്ലമ എന്നുള്ള ഫേലിലത്തെ ലമീറിനെ നമ്മൾ എടുത്തത്. അപ്പോൾ ഫായിലിനെ അവിടെ കിട്ടിയില്ലെങ്കിൽ, റഫായിലുള്ള ഇസ്മ അവിടെ വരുന്നില്ലെങ്കിൽ ഇതിലത്തെ ലമീറിനെയാണ് നമ്മൾ ഫായിലായി സ്വീകരിക്കേണ്ടത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. ഖതമല്ലാഹു, ഖതമ എന്ന് പറഞ്ഞാൽ സീല് വെക്കുക, അല്ലെങ്കിൽ മൂടി വെക്കുക, അടച്ചു വെക്കുക. അള്ളാഹു അടച്ചു വെച്ചു, മൂടി വെച്ചു. അലാ ഖുലൂബിഹിം, ഇവിടെ ഇതാണ് ഫായിൽ. എന്തിമേലാണ് അടച്ചിട്ടത്? അവിടെ ഹൃദയത്തിന്മേലാണ് കൂട്ടിട്ടത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മഫൂലാകുമ്പോൾ ഫതഹ് വരണ്ടേ? ഇവിടെ ഫത്ത് വന്നിട്ടില്ല, കിസ്റ വന്നത്. എന്തായാലും കാരണം അല എന്നുള്ളത് ഒരു ജറിൻ്റെ അർഫാണ്. സാധാരണ ഒരു ഇസ്മിന് കിസ്ർ വരണമെങ്കിൽ 2 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ജറിൻ്റെ അർഫുകൾ മുന്നിൽ വരിക, അല്ലെങ്കിൽ മഫൂലും ബിഹിയായി വരിക. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇസ്മിന് കിസ്റായി വരിക. അപ്പോൾ
ഇതിവിടെ വന്ന കാരണം ഈ റസൂല എന്നുള്ളത് മഫൂലിൻ്റെ സ്ഥാനത്തുള്ള ഫതഹ് പോയിട്ട് കിസർ വന്ന്. അപ്പോൾ ഇവിടെ കിസറാണെങ്കിലും ഈ പദം മഫൂലിൻ്റെ സ്ഥാനത്താണെന്ന് മനസ്സിലാകണം. കാരണം ഇവിടെ ഫെയിൽ വന്ന് ഫായിൽ വന്ന് പിന്നെന്താ വേണ്ടിയത്? മഫൂലാണ് വരേണ്ടത്. മഫൂലിന് എപ്പോഴും നെസബാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ നെസബ് ഇവിടെ വന്നിട്ടില്ല, കിസറാണ് വന്നിട്ടുള്ളത്. കാരണം അല എന്നുള്ളത് ഒരു ജറിൻ്റെ അർഫാണ്, കിസർ കൊടുക്കേണ്ട അർഫാണ് അല എന്നുള്ളത്. അപ്പോൾ കുലൂബ എന്നുള്ളത് കുലൂബി എന്ന് വന്നു. കുലൂബിഹിം, അവരുടെ ഹൃദയത്തിന്മേൽ അള്ളാഹു സീല് വെച്ചു, മൂടി വെച്ചു. ഖത്തമ എന്ന് പറഞ്ഞാൽ അവർ മൂടി വെച്ചു. അള്ളാഹു മൂടി വെച്ചു. അല കുലൂബിഹിം, അവിടെ ഹൃദയത്തിന്മേൽ മൂടി വെച്ചു. ഇവിടെ കുലൂബ് എന്നുള്ള ഈ മൂടി വെച്ചത് എന്തിന്മേലാണ്? അവിടെ ഹൃദയത്തിലാണ് മൂടിയിട്ടിട്ടുള്ളത്, സീല് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും മഫൂലാണ് വരേണ്ടത്. മഫൂലിൻ്റെ അതിൻ്റെ ഇറാബ് എന്തായിരിക്കും? ഫതഹായിരിക്കും. ഇവിടെ ഫതഹിന് പറയാൻ കിസ്ർ വരാൻ കാരണം അല എന്നുള്ളത് ഒരു ജറിൻ്റെ അർഫാണ്. ആ ജറിൻ്റെ അർഫ് വന്നത് കൊണ്ടാണ് കുലൂബ എന്നുള്ളത് കുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്നത്. അപ്പോൾ അവന്മാരൊരു പദമാണ് ബദ. ബദ എന്ന് പറഞ്ഞാൽ തുടങ്ങി, അല്ലെങ്കിൽ പുതുതായി ഉണ്ടാക്കി, പുതുതായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി എന്നതാണ്. ഖൽഖൽ ഇൻസാനി, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ഇതൊരു മുലാഫ് മുലാഫിലേഹിയാണ് ഇവിടെ. ഖൽഖൽ ഇൻസാനി, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ഇത് മുലാഫിലേഹി, ഇത് മുലാഫിലേഹി. മുലാഫിലേക്കും അവന്മാർ ജറിൻ്റെ അർഫം വന്നാൽ ആ ഇസ്മിനെ കിസർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് സ്ഥലത്താണ് കിസർ ചെയ്യുക. ഒന്ന് അല എന്നുള്ളത് ജറിൻ്റെ അർഫാണ്, മീൻ എന്നുള്ളത് ജറിൻ്റെ അർഫാണ്, പി എന്നുള്ളത് ജറിൻ്റെ അർഫാണ്. അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ കിസർ ചെയ്യണം. അതുപോലെ തന്നെ മുലാഫിലേഹി വന്നാലും ഇവിടെ ജറ് ചെയ്യണം. ഖൽഖൽ ഇൻസാനി, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. മീൻ എന്നുള്ളത് അതും ജറിൻ്റെ അർഫാണ്. മീൻ തീനിൻ, ഇവിടെ മഫൂലാണ്, തീനാണ്. സൃഷ്ടിപ്പ് നടത്തിയത് എന്തുകൊണ്ടാണ്? തീനും കളിമണ്ണ് കൊണ്ടാണ്. അപ്പോൾ മിൻ തീനിൻ എന്ന് വരാൻ കാരണം മഫൂലും ബിഹ ആയതുകൊണ്ടാണ്. മഫൂലും ബിക്ക് എപ്പോഴും നഷ്ടമാണ് ഉണ്ടാകേണ്ടത്. മീൻ എന്നുള്ള ജറിൻ്റെ അറഫ് ഇതിൻ്റെ മുന്നിൽ വന്നതുകൊണ്ടാണ് തീനിൻ എന്ന് കിസർ കൊടുത്തത്. അപ്പോൾ ബദ ഖൽഖൽ ഇൻസാൻ മിൻ തീൻ, മനുഷ്യൻ്റെ ആദ്യമായി മനുഷ്യനെ സൃഷ്ടിപ്പ് നടത്തിയത് കളിമണ്ണിൽ നിന്ന്. ആദ്യമായി മനുഷ്യനെ സൃഷ്ടിപ്പ് നടത്തിയത് കളിമണ്ണിൽ നിന്നാണ് എന്നാണ് ഈ പദത്തിൻ്റെ. ഇതാണ് മഫൂലും ബിഹി എന്നുള്ള ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രവൃത്തി നടന്നത് എന്തിന്മേലാണോ അതാണ് മഫൂലും ബിഹി. എന്തിന്മേലാണോ പ്രവൃത്തി നടന്നത് അതാണ് മഫൂലും ബിഹി. അതിനെപ്പോഴും നെസബായിരിക്കണം. പക്ഷേ ജറിൻ്റെ സ്ഥാനത്തോ ജറോ ഒരു ആ ഇസ്മിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കിസർ ചെയ്യണം. അല്ലെങ്കിൽ മഫൂലും മുദാഫിലേഹിയായി വന്നാലും അതിന് കിസർ ചെയ്യണം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അബദയുടെ ആബിദ് എന്നുള്ള പദം സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളത് ആ സൂറത്തിൽ അധികം ആ ആബിദുൻ അമാരി കാഫിറൂൻ എന്നുള്ള പദങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ആ സൂറത്ത് എടുത്ത് നോക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്ന് ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ആ ഖുറാൻ്റെ ഒരു പേജ് എടുത്തിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു 10 മിനിറ്റ് ഓരോ പേജ്, ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട് നിങ്ങൾ നോക്കുക. നമുക്ക് മനസ്സിലാക്കിയ ഏതെങ്കിലും ഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളത് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഇതുകൊണ്ട് പഠിച്ചതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകുക. ഇത് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് അത് പരലോകത്ത് ഒരു സാലിഹ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ വന്നു പോയിട്ടുള്ള എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. ഇത് നമുക്ക് പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കൂടുതലായി നമുക്ക് പഠിക്കാം. ദിവസം നമുക്ക് ചെയ്യാനുള്ളത് ഒരു പേജ് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതിനു വേണ്ടി ഇങ്ങനെ ചിലവഴിക്കണം. നമ്മൾ പഠിച്ച പദങ്ങൾ ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫോട്ടോ ഇതിൽ വിടുന്നുണ്ട്.